Hi friends, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ലാംബ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഓക്കെ, അതിനുവേണ്ടി ഇത് ലാംബ് ക്ലീൻ ചെയ്തിട്ട് വെച്ചേക്കുന്നത് ഒരു 500 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, 6 to 8 ചെറിയ ഗാർലിക്. ഓക്കെ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1.5 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഇത് കുറച്ച് സ്ലൈസ്ഡ് കോക്കനട്ട് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഓക്കെ, അതും ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്യണം. ഓക്കെ, ഒന്ന് ചതച്ചിട്ട് ബാക്കിയുള്ള പൊടികളും പിന്നെന്താ പറയുന്നത് ഈ സ്ലൈസ്ഡ് കോക്കനട്ടും 1 ടേബിൾ സ്പൂൺ ഓക്കെ കോക്കനട്ട് ഓയിലൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിത് ആദ്യം ഈ കലത്തിലോട്ടിട്ട് വെക്കാം നമുക്ക്. ഓക്കെ, ഇത് 1/2 കിലോയേ ഉള്ളൂ കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാനിതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇത് ജിഞ്ചറും ഗാർലിക്കും ഈ കല്ലിട്ടൊന്ന് ചതച്ച് ബാക്കിയുള്ള പൊടികളും ഉപ്പും ഒക്കെ ഇതിനകത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ചതച്ചെടുത്തത് മതി കേട്ടോ. നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉപ്പ് ഓക്കെ ഇട്ടു. ഇനി ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളില്ലേ, പൊടി എന്താ പറയുക സ്ലൈസ്ഡ് കോക്കനട്ടും കോക്കനട്ട് ഓയിലും എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. നമുക്കിനിപ്പോൾ ഒന്ന് അടച്ച് വെച്ചേക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെടുത്തൊന്ന് കുക്ക് ചെയ്യണം. ഓക്കെ, ലാംബ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ സമയത്ത് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ സമയത്ത് ഇതില്ലേ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഷാലറ്റ്സ് എടുത്തിരിക്കുന്നത്, ഷാലറ്റ്സ് ഓർ പേലോണിയൻ എടുക്കാം. അത് ഒന്ന് എനിക്ക് ചോപ്പ് ചെയ്യണം, ചോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, ഒരു 6 ചെറിയ ഗാർലിക്ക്, 8 ഗ്രീൻ ചില്ലി, കറി ലീഫ്, 1 ടേബിൾ സ്പൂൺ സ്ലൈസ്ഡ് കോക്കനട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും വേണം. കോക്കനട്ട് ഓയിൽ വന്നിട്ട് വഴറ്റിയെടുക്കണം. ഓക്കെ, വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് ഈ മസാല ചേർക്കണം. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ എന്താണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കൊറിയാണ്ടർ പൗഡർ, ഒരു 3 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1/4 ടീസ്പൂൺ ഒക്കെ ഇട്ട് വഴറ്റണം. അതിനകത്തോട്ട് നമ്മളിത് ഈ മസാലകൾ ഒന്ന് വറുത്ത് പൊടിച്ചിടണം. ഓക്കെ, അതിന് 3 തിന്നായിട്ടുള്ള കേട്ടോ സിനമൺ സ്റ്റിക്സ് എടുത്ത് നിങ്ങൾ നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പം കട്ടിയായിട്ടുള്ളതൊക്കെ കിട്ടും. അത് റിയലായിട്ടുള്ള സിനമൺ സ്റ്റിക്സ് അല്ലെന്നാണ് പറയുന്നത്, കട്ടിയുള്ളത് കേട്ടോ. അപ്പം ഈ തിന്നായിട്ടുള്ള സിനമൺ സ്റ്റിക്സ് ആയത് അത് 3 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ 2 ടീസ്പൂൺ പെപ്പർകോൺസ്. ഓക്കെ, പിന്നെ 2 ടീസ്പൂൺ തന്നെ ഫെനൽ സീഡ്, ഒരു 10 ഗ്രാമ്പു, 4 കാർഡമം. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. ഈ സോട്ട് ചെയ്യുന്ന ഉണ്ണിനകത്തോട്ടിടാൻ ഈ പൊടികൾ ഒക്കെ ഇത് പൊടിച്ചിട്ടിടണം. പിന്നെ ലാസ്റ്റ് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലൈസ്ഡ് കോക്കനട്ട്, അതാണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ട്, പിന്നെ 3 ചെറിയ പേളോണിയൻ, ഒരു 2 കറി ലീഫ്, ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും ടർമറിക് പൗഡറും എടുത്ത് വെച്ചിട്ട്, പിന്നെ ഇതെനിക്ക് ഒരു 1/2 ടീസ്പൂൺ ഉണ്ട് ഫെനൽ സീഡ്, 1/2 ടീസ്പൂൺ, ഇതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ. അത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതെല്ലാം വഴറ്റത്തില്ലേ, വഴറ്റുമല്ല കടുക് വറുക്കത്തില്ലേ, കടുക് വറുക്കുന്നതിനകത്ത് ലാസ്റ്റ് ഇട്ട് ഇതിനകത്തിടാൻ. പിന്നെ ഞാൻ ഇതിനകത്ത് ഈ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് കറി ലീഫും ഇടും. ഓക്കെ, അവിടെ ഉണ്ട് കുറച്ച് കറി ലീഫ്, കടുക് വറുക്കാനും കുറച്ച് കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ലാമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, പക്ഷേ 10-15 മിനിറ്റ് മിനിമം എങ്കിലും നിങ്ങൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് ഇതൊക്കെ എടുത്ത് വെക്കുക. ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ അരിഞ്ഞ് വഴറ്റിയൊക്കെ എടുക്കാം. ഓക്കെ, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് വെള്ളം ഒക്കെ വെച്ച് നോക്കാം. അത് ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടം ഉള്ള പോലെയൊക്കെ കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അടച്ച് വെച്ച് അവിടെ നിന്ന് കുക്ക് ചെയ്ത് വരട്ടെ. ഓക്കെ, അത് അവിടെ നിന്ന് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്താണ് തിളച്ച് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് വരട്ടെ. ഓക്കെ, ലാമ്പ് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഞാൻ ഓണിയൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇത് 2 കപ്പോളം ഉണ്ട് കേട്ടോ അരിഞ്ഞു വന്നപ്പം.
പിന്നെ കറി ലീഫ്, ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്കത് ഇതില്ലേ ഈ മസാലകൾ അപ്പം നമുക്ക് വറുത്ത് പൊടിച്ചെടുത്ത് വെക്കാം. ഓക്കെ, പാൻ വെച്ച് ചൂടാക്കി ഞാൻ ഈ മസാലകൾ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പം വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഓക്കെ, മസാല ഇങ്ങനെ പൊടിച്ചു വെച്ചു. അപ്പം മസാലയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇട്ട് കൊടുത്ത്. ഓക്കെ, ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ച് ജിഞ്ചറും ഗാർലിക്കൊന്നും ബേൺ ചെയ്ത് പോകണ്ട. ഓക്കെ, ആ ഒരു പച്ചമണമില്ലേ ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയൊക്കെ അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ. ഒത്തിരി കരിഞ്ഞ് പോകണ്ട. അത് നമുക്ക് അരിഞ്ഞ് വെച്ചതില്ലേ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സ്ലൈസ്ഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടോ. അത് മതി. കോക്കനട്ട് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരണം, അത്രേ ഉള്ളൂ. ഓക്കെ, കഴിയുമ്പോൾ നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഉള്ളി വഴറ്റിയെടുക്കുക. ഓക്കെ, ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നുണ്ട്. ഇപ്പം നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഓക്കെ, കറി ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, 2 മിനിറ്റ് മതി കേട്ടോ. ഇതില്ലേ പൊടിച്ച് വെച്ച വോൾ മസാല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് 1 മിനിറ്റ് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന പൊടികളില്ലേ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ്. ഓക്കെ, ഇപ്പം അതെല്ലാം കൂടി ഇട്ട് 2-3 മിനിറ്റ് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് 2-3 മിനിറ്റ് ഞാനിങ്ങനെ വഴറ്റിട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ലാമ്പ്. ഓക്കെ, അത് ഞാൻ പറയല്ലോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അത് വെള്ളമില്ലാതെ നമുക്കൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ഗ്രേവി വെച്ച് കൊടുക്കാം. ലാമ്പും ആ മസാലയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, 2-3 മിനിറ്റ് ഇതൊന്ന് നമുക്കിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അത് കഴിയുമ്പോൾ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. അപ്പം 2-3 മിനിറ്റ് അങ്ങനെ മസാലയും കുക്ക് ചെയ്ത ലാമ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഗ്രേവി ഇല്ലേ അതിരിക്കുന്നത് കുറച്ച് ഗ്രേവി ഉണ്ട്. ഓക്കെ, ഇതെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പിടാൻ പോവാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ 5-10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. ഓക്കെ, അടച്ച് വെച്ച് അപ്പോഴത്തേന് നമുക്ക് കടുവറുത്തെടുക്കാം. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടയിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താ പറയുക ആ സ്ലൈസ്ഡ് കോക്കനട്ടും ചെറിയ ഉള്ളി. ഓക്കെ, ചെറിയ ഉള്ളിന് റൗണ്ടിലായിരുന്നു വെച്ച് അത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പം ഇത് കറി ലീഫ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. ഒത്തിരി കരിഞ്ഞ് പോകണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ക്രഷ് ചെയ്ത് വെച്ച പെപ്പർകോൺസും ഫെനൽ സീഡും പിന്നെ ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും കറിവേപ്പില ഇട്ട് കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ശരിയാണ് കഴിഞ്ഞ് പോകണ്ട. ഈ പൗഡറൊന്നും കഴിഞ്ഞ് പോകണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ സീസൺ റെഡി ആയിട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കാം കേട്ടോ. ഒത്തിരി ഓൾറെഡി ഇതിനകത്ത് പിടിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് സീസണിങ് ചെയ്തതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് അടിപൊളി കറി അല്ലേ. കടുക് വറുത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനകത്ത് നമ്മൾ പെപ്പർ പൗഡറും ഫെനൽ സീഡും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലാംബ് റോസ്റ്റ് ഉണ്ടോ. സെർവിങ് ബൗളിലൊക്കെ മാറ്റി വെച്ചേക്കുക. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. ഞാനൊരു പീസ് ഇതിനകത്തൊന്ന് എടുത്ത് സ്പെഷ്യൽ എന്താ പറഞ്ഞല്ലേ ലാംബ് റോസ്റ്റ്. ഓക്കെ, ഫാദേഴ്സ് ഡേക്ക് കഴിക്കാൻ വേണ്ടി നോക്കാം നമുക്ക് അല്ലേ. ഞാനൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടിപൊളി. ഓക്കെ, നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും
ലാമ്പ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഈവൻ മട്ടൺ, ലാമ്പോ മട്ടനോ ഗോട്ട് മീറ്റോ അല്ലെങ്കിൽ എനിക്കൊന്ന് ബീഫായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ബീഫ് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കത്തില്ല, പക്ഷെ ബാക്കിയുള്ളവർ നന്നായിട്ടുണ്ടെന്ന്. ഇത് ഇപ്പം ലാമ്പ് ഞാൻ കഴിക്കുന്നത്, അപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചപ്പം കോക്കനട്ട് സ്ലൈസൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. അപ്പോൾ ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.